ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഓർഡറും കൂടി എടുത്ത ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യുക. ആദ്യം തന്നെ എൻ്റെ മോളെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. അപ്പോൾ മിനിയാന്ന് രാത്രി 12 മണിക്ക് സർപ്രൈസ് കിട്ടുമെന്ന് അവൾ വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി, അവളെ പറ്റിച്ചു. മിനിയാന്ന് രാത്രി 12 മണിക്ക് ഒന്നും കൊടുത്തില്ല. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ആക്കി, അതിൻ്റെ വീഡിയോ ആണിത്. പിന്നെ ഇതാ രാവിലെ ഞാൻ എണീറ്റിട്ട് ഒരു 7:30 മണിക്ക് തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വേഗം പണിയൊരുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ട് ഇതാ രാവിലെ ഫസ്റ്റ് തന്നെ ഞാൻ സമൂസക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ ഇന്നൊരു 8 ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. 2 ആളെ ഓർഡറാണ്. ഒന്ന് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അവരെങ്ങനെ ഒഴിവാക്കാൻ വിടാത്ത ഞായറാഴ്ച ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഓർഡർ ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഓർഡർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നവരെയൊക്കെ ഒഴിവാക്കിയാണ് ചെയ്തത്. വന്ന കോളൊക്കെ ഒഴിവാക്കിന് ഓർഡറൊക്കെ. എന്നിട്ടും ഒഴിവാക്കാൻ വിടാണ്ടിരുന്നതാണ് ഇവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അങ്ങനെ കുറേ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഓർഡറും കൂടി എടുത്ത്, പിന്നെ വേറൊരു ആൾ അതും അങ്ങനെ കുറേ പറഞ്ഞ്, അപ്പോൾ അവരെ ഓർഡറും അങ്ങനെ 2 ഓർഡറും മാത്രമേ എടുത്തിട്ടില്ല. അങ്ങനെ ഇതും കൂടി കൊടുത്താൽ നമ്മുടെ ഈ കൊല്ലത്തെ റമദാനിൻ്റെ ലാസ്റ്റ് ഓർഡർ വന്നത്. വേഗം തന്നെ സമൂസ പരത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേഗം ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് കൂട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ മിനിയാന്ന് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയത് 13ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അതിൽ കുറേ പേര് വന്നിട്ട് ആ സ്റ്റോറി പറയണം എന്ന് പറഞ്ഞാൽ, സ്റ്റോറി എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ ഞാൻ 13ാമത്തെ വയസ്സിൽ, അതായത് 8ാം ക്ലാസ്സിലേക്ക് കയറിയതേ ഉള്ളൂ. ആ ടൈമിലായിരുന്നു താത്താൻ്റെ പ്രസവം. അപ്പോൾ ഉമ്മാവും താത്താവും കൂടി ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ വീട്ടിൽ ആരുമില്ല, ഞാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അനിയത്തിയുണ്ട്, പിന്നെ ഉമ്മുമ്മ ഉണ്ടായിന്, ഉമ്മാൻ്റെ ഉമ്മ. ഉമ്മുമ്മ അങ്ങനെ പണിയൊന്നും എടുക്കൂല. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ സാമ്പാറും പിന്നെ ചപ്പാത്തിയാന്ന് തോന്നുന്നുണ്ടാക്കി, അത് ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയത്. വീട്ടിലെ എല്ലാ പണികളും അന്നേരം എടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഓരോ പണിയും. പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി സാമ്പാർ ഉണ്ടാക്കിയിട്ട്, പിന്നെ സാമ്പാർ എന്നൊന്നും ഇപ്പോൾ എനിക്ക് ആ സാമ്പാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിരി വരുന്നത്. സാധാ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇട്ടിട്ട് സാമ്പാർ പൊടിയിട്ട് അങ്ങനെ ഒരു കറി, സാധാ കറി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേർക്ക് കൊടുക്കുമല്ലോ, അങ്ങനെ ഞാൻ കൊടുത്തിട്ടാകുമ്പോൾ അവർ കൂട്ടിയിട്ട് പറഞ്ഞ് ഞാനാ വെച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര അത്ഭുതമായിട്ട് നീ ഉണ്ടാക്കിയത് അടിപൊളി കറി തന്നെയല്ല. അങ്ങനെ അവരാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആ കറിയോ അല്ലെങ്കിൽ അടുക്കളയിൽ കയറാനോ ഒന്നും കഴിയട്ടില്ല. കാരണം എനിക്ക് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു എന്നിൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ അങ്ങോട്ട് അടുക്കള ലോകം എൻ്റേതായിട്ട് മാറി. പിന്നെ ഓരോ ഐറ്റംസും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം താത്ത പ്രസവിച്ച് കിടക്കാനല്ലോ, അപ്പോൾ ഉമ്മ ഇല്ലല്ലോ. അപ്പോൾ ഉമ്മാനെ ഇങ്ങനെ ഓരോന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആരും എന്നെ നിർബന്ധിച്ചിട്ടോ ആരും എന്നോട് പറഞ്ഞിട്ടോ ഒന്നും ചെയ്തതല്ല. പിന്നെ താത്താൻ്റെ 40 വിളി ഉണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ പെണ്ണുങ്ങളാണ് ഫസ്റ്റ് എനിക്ക് കരിയപ്പം, അതായത് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത്. അതൊരു സംഭവമാണ്. ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച് തരുമ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ട് കിടന്ന് മാവ് തവി കൊണ്ട് ഇങ്ങനെ കോരി ഒരു ദോശ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പത വരില്ല, ആ പതയാന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് ദോശയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒക്കെ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു കരിയപ്പം ചൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണ് പിന്നെ ഓരോ ഐറ്റംസ്. പിന്നെ ഞാൻ റമദാനിൽ നോമ്പിനൊക്കെ എന്താക്കും, ഉമ്മാനോട് പറയും ഞാൻ വരുന്നത് വരെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ വന്നിട്ട് ഓരോന്നുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഐറ്റംസും പരീക്ഷണം. പിന്നെ എൻ്റെ പരീക്ഷണ ലോകമായിരുന്നു അടുക്കള. ഉമ്മ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ പയ്യന്നൂർ പോകുമ്പോഴോ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ബുക്ക് വാങ്ങൽ, എല്ലാവരും കഥാ ബുക്കല്ല വാങ്ങലേ, ഞാൻ വാങ്ങൽ പാചകമഞ്ജരിയും പാചക വിദഗ്ധ അങ്ങനത്തെ എല്ലാം ബുക്കാണ് ഞാൻ വാങ്ങൽ. അത് വാങ്ങിയിട്ട് ഇങ്ങനെ വായിക്കും. അതിലുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. ഉമ്മ ഇല്ലാത്ത ടൈമിൽ ഓരോന്ന് ഉണ്ടാക്കി നോക്കും. ഫ്ലോപ്പാവോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പം ഉപ്പാക്കായാലും പുരക്കത്തില്ല ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര പ്രോത്സാഹനം തന്ന്, നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രോത്സാഹനമൊക്കെ തന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡ് അങ്ങനെ തുടർന്നു പോയത്. പിന്നെ 13ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 17ാമത്തെ വയസ്സിൽ കല്യാണവും കഴിഞ്ഞ് അങ്ങനെ ഓരോന്നും അങ്ങനെ ഉണ്ടാക്കി പഠിച്ചത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ എല്ലാവരും പറയും ഓളെ കിട്ടുന്ന ചെക്കന് നല്ല തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന്. പക്ഷേ ഹതഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് കിട്ടിയ ചെക്കന് ഒന്നും വേണ്ട തിന്നാൻ, അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട. സാധാ ചോറ് കറി പത്തൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അത്രയും നല്ലത്.
വെറൈറ്റി ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടെങ്കിലും ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയലുണ്ടല്ലോ, തിന്നുന്നാക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആളെ കൊടുക്കും, ഉണ്ടാക്കാൻ അറിയുന്നാക്ക് തിന്നാത്ത ആളെയും കൊടുക്കും. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഇത് വർത്താനത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കസ്റ്റമറെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വേഗം കൊണ്ടു കൊടുക്കണം, നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വന്നുപോയി. സാധനം കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പം സാധനം വാങ്ങാനുണ്ട്. സാധനം വാങ്ങിയിട്ട് പോയിട്ട് വേണം ബാക്കിയാക്കിയിട്ട് മറ്റേ കസ്റ്റമർക്കും കൂടി കൊടുക്കാൻ. അവർക്ക് ഇന്ന് വൈകുന്നേരമോ ഇല്ലെങ്കിൽ നാളെയോ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതായതുകൊണ്ട് പിന്നെ നമുക്കും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഡോറ് തുറക്കാൻ പോകുന്നുണ്ട്. അവർ ഡോറ് തുറന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കണ്ടോ, കൈ കൊണ്ടൊക്കെ മുട്ടുന്നത് നല്ല ഹാപ്പിയായി. കാരണം എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ആ ടൈമിൽ നമ്മൾ പോകുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞത്. മാഷാഅല്ലാഹ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ട്, ഇപ്പം ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇത് അമ്മ വേഗം കൊടുത്തിട്ട് തിരിച്ചു വന്നത്. നമ്മൾ സ്ഥിരം ഇവിടെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സാധനം വാങ്ങി വേഗം വീട്ടിലേക്ക് വന്ന്. ഇപ്പം സമയം എത്രയെന്നറിയാം, 3:30 മണിയായിട്ടുണ്ട്. ഇനി വേഗം അടുത്ത പണിയെടുക്കുന്ന അങ്ങനെ ചിക്കൻ റോളാക്കാൻ വേണ്ടിയിട്ട് മസാല ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. എന്നിട്ട് വന്നിട്ട് ഇതാ അതിൻ്റെ ദോശയും ഉണ്ടാക്കിയിട്ട് വേഗം ചിക്കൻ റോള് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു കാലം ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫ്രൈ പാനൊക്കെ അവിടെ മാറ്റി വെക്കും. അതിൽ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിടൂല. കാരണം വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ ദോശ എടുക്കാൻ വേണ്ടി പറ്റൂല എന്നറിയും. അത് ഉണ്ടാക്കുമ്പം ഫ്ലോപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് അതിനായിട്ടൊരു ഫ്രൈ പാനൊക്കെ മാറ്റി വെച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനത്തെ ഒന്നും പ്രശ്നം വരുന്നില്ല. ഏത് പാത്രത്തിലാണെങ്കിലും എല്ലാം ഉണ്ടാക്കിയെടുക്കും. ഒരു വിധം എല്ലാം എനിക്ക് അങ്ങനെ ഇന്നത് ഉണ്ടായാലേ ഇന്നത് ഉണ്ടാക്കുന്നില്ല ഒരു വാശിയുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് എങ്ങനെയായാലും ഞാൻ ഉണ്ടാക്കും. എനിക്കിപ്പോൾ എന്തെങ്കിലും തിന്നണം തോന്നിയില്ലെങ്കിൽ അത് ഞാൻ എങ്ങനെയായാലും ഉണ്ടാക്കും, ഒപ്പിച്ചിട്ടെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഇതാ നമ്മൾ പാക്ക് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കവറ് മുറിച്ചിട്ട് ഇതുപോലെ വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ അതൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് പിന്നെ ക്യാരറ്റുംസും ഇറാനി പോളയും ഉണ്ടാക്കാനുണ്ട്. വേഗം ഞാൻ ക്യാരറ്റുംസിന് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തോ ഒരു മടി, കഴിയുന്ന ദിവസമായിട്ടാണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു മടുപ്പും ചൂടും ക്ഷീണവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെ ക്യാരറ്റുംസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അതേ പാത്രത്തിൽ തന്നെ ഇറാനി പോളക്കും വേണ്ടിയിട്ട് വേഗം വയ്ക്കുന്നുണ്ട്. ഇപ്പം ടൈം എത്രയെന്നറിയോ, 5:30 മണിയായിട്ടുണ്ട്. 5:30 മണിയാകുമ്പോഴാണ് ഞാൻ ഇറാനി പോളക്ക് ഒഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒഴിച്ച് ഇവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു കോമഡി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കേണ്ടതെന്നറിയില്ല. അവരാണെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പറും ഇല്ല. അവസാനം ഏതോ നമ്പർ ഫോൺ ഇഷ്ടം പോലെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഫോൺ നമ്പർ പരതി ലാസ്റ്റ് വിളിച്ചപ്പം കിട്ടി. അങ്ങനെ അവർ പറഞ്ഞ് രാത്രി കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷമാണ് അവർക്ക് കൊണ്ടു കൊടുത്തത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചാൽ അപ്പം തന്നെ വേഗം ആ സാധനത്തിൻ്റെ അടുത്ത് തന്നെ അവരെ നമ്പർ എഴുതിയേക്കും. പിന്നെ ഇതാ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം ഞാൻ മോൻ്റെയുമേ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചവരെ വീട്ടിലേക്ക്. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായി നമ്മുടെ അവസാനത്തെ ഓർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൽബി സ്നാക്സിനോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേരിലും എൽബി സ്നാക്സിൻ്റെ പേരിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട്, അതിനുള്ള റീപ്ലൈ ഞാൻ വഴിയെ തരുന്നതാണ്. എനിക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഇതൊക്കെ തിരക്കിലായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിരക്കൊക്കെ കുറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയൊക്കെയുള്ള ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ട്, മക്രോണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.